കടക്ക് പുറത്ത് ഡാഷ് മോനെ പ്രയോഗങ്ങൾ തിരിച്ചടിയായെന്ന് പ്രാദേശിക തലത്തിൽ CPM തുറന്നുപറച്ചിൽ. പാലക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. അതിനിടെ CPI ജില്ലാ കൌൺസിൽ യോഗത്തിലും CPM-നെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. CPM ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് പിന്നാലെ പാലക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. പിണറായിയുടെ ഭാഷയും MV ഗോവിന്ദന്റെ ശരീരഭാഷയും വൻ തോൽവിയാണ്. കടക്ക് പുറത്ത് ഡാഷ് മോനെ തുടങ്ങിയ പിണറായിയുടെ പരാമർശങ്ങൾ തിരിച്ചടിയുണ്ടാക്കിയെന്നും ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും വ്യക്തതയില്ലെന്നും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായില്ല. ഇത് ന്യൂനപക്ഷ ഏകീകരണത്തിന് വഴിവെച്ചു. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞത് ഇതെല്ലാം കൊണ്ടാണെന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ പറഞ്ഞു. തൃത്താലിയിലെ തോൽവി മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിൽ എടുക്കാത്തതിന്റെ ഭാഗമാണെന്നും ഏരിയ കമ്മിറ്റി യോഗം വിമർശിച്ചു. പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ലെന്നും CPM ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. അതിനിടെ CPI-യും CPM-നെതിരെ രംഗത്തെത്തി. UDF ട്രെൻഡ് അനുസരിച്ച് പ്രചാരണം നടത്തി. LDF പിണറായിയിൽ മാത്രം ഒതുങ്ങി നിന്നുവെന്ന് CPI പാലക്കാട് ജില്ലാ കൗൺസിലിൽ വിമർശനം ഉയർന്നു. ഇടതുപക്ഷത്തിന്റെ കരുത്തായ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ LDF-നോട് അകന്നു. 64 ദളിത് സംഘടനകൾ LDF-നെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. ഇടത് രാഷ്ട്രീയം പറയുന്നതിലെ വീഴ്ചകൾ സർവ്വമേഖലയിലും LDF-നെ ബാധിച്ചു. CPM പലയിടത്തും CPI-യെ മാറ്റി നിർത്തി. പാലക്കാട് മണ്ഡലത്തിലെ പഞ്ചായത്ത് തല കൺവെൻഷനുകളിൽ പോലും CPI ഭാരവാഹികളെ പങ്കെടുപ്പിച്ചില്ല എന്നും CPI CPM-നെതിരെ വിമർശനം ഉന്നയിച്ചു. P. സന്തോഷ് കുമാർ MP പങ്കെടുത്ത ജില്ലാ കൗൺസിൽ യോഗത്തിലായിരുന്നു വിമർശനം. ജനം, പാലക്കാട്.